ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എസ്തറ്റിക് ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നല്ല, ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എൻ്റെത്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റാൽ തന്നെ കേർട്ടൻസൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടിടും. പിന്നെ ഞാൻ സിറ്റൗട്ടിലൊക്കെ പോയി നിൽക്കും. പിന്നെ അങ്ങനെ ഒരു സ്ലോ ആയിട്ടുള്ള റുട്ടീനാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ഇതാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിൽ ഉള്ളപ്പോൾ ഉള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണിത്. പിന്നെ അങ്ങനെ കേർട്ടൻസൊക്കെ ഓപ്പൺ ആക്കിയിടും. പിന്നെ ഞാൻ യോഗ ചെയ്യാറുണ്ട്. യോഗ അതുപോലെ തന്നെ വർക്കൗട്ട് ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാറില്ല. ഈയിടെയായിട്ട് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതേ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു വർക്കൗട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനിലും ആണെങ്കിലും ഡേ ഇൻ മൈ ലൈഫാണ്. ഇതൊക്കെ ഒരു ഭാഗമാണ്. പിന്നെ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് കേട്ടോ. ഇതും ഞാനിപ്പോൾ ഡെയിലി വായിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. നാട്ടിലുള്ളപ്പോൾ ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചായിരുന്നു. അടുത്ത എൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് വെള്ളം കുടിക്കൽ കേട്ടോ. പരിപാടി നല്ല ചായ കുടിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഇതാണ് നെക്സ്റ്റത്തെ എൻ്റെ പരിപാടി. അതിന് മുന്നേ ഞാനൊരു സിനിമ കാണുന്നുണ്ട്. സിനിമ കണ്ടുകൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ നാട്ടിലുള്ളപ്പോൾ എപ്പോഴും ടി വി കണ്ടിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാറ്. രാവിലത്തെ ആണെങ്കിലും ലഞ്ചിന് അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും. അങ്ങനെ അതേ നല്ല ദോശയും സാമ്പാറുമാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ കെയറിന് വേണ്ടിയിട്ടുള്ളൊരു സിറം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിയുമ്പോഴേക്കാണ് എൻ്റെ അമ്മ എനിക്ക് ഒരു മാങ്ങ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് കഴിച്ചത്. പിന്നെ ഒരു ചോക്ലേറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു മിൽക്കി ബാർ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡയറി എഴുതാണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എഴുതുന്നത് ഒരുമിച്ചാണ് കേട്ടോ. അപ്പം കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ലഞ്ച് ടൈമായി. ലഞ്ചിന് ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത പീസാണ് കേട്ടോ ഫിഷ് ഫ്രൈ അങ്ങനെ കാണുന്നത്. പിന്നെ ചക്കക്കൂട്ടാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ പഴങ്കഞ്ഞിയാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ചധികം വിഭവങ്ങൾ ഇന്ന് ലഞ്ചിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷോപ്പിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷോപ്പിൽ പോയിട്ട് കുറച്ചധികം സാധനങ്ങൾ തന്നെ നമുക്ക് വാങ്ങാണ്ടായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ലഞ്ച് കഴിഞ്ഞിട്ടേ ഞാനൊന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ നേരെ തന്നെ ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഷോപ്പിലൊക്കെ പോയി കുറച്ചധികം സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അതും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. രണ്ട് കയ്യിലും നിറച്ച് സാധനമായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതൽ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ നമുക്ക് അമ്മ അടുക്കളയിൽ എനിക്ക് വേണ്ടി അട ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോൾ ഉണ്ടാക്കില്ല തോന്നുന്നുണ്ട്, രാത്രിക്കാണ്. അപ്പം അമ്മ ചക്ക വരട്ടുണ്ട്. അപ്പം നമുക്കത് പോയി നോക്കാം. അട ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് അട പോയി നോക്കാം. അമ്മ എന്താ ഉണ്ടാക്കണേ? ചക്ക വരട്ടുന്നത്. ഷോപ്പിൽ പോയി വന്നപ്പോൾ തന്നെ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബാത്തിങ് ടൈമാണ്. നമുക്ക് പ്രയറിനുള്ള ടൈമായി. അതിന് മുന്നേ നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഫ്രഷായി പ്രയറിങ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് ഇനിയിപ്പോൾ സ്കിൻ കെയറിൻ്റെ ടൈമാണ്. നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. അങ്ങനെ ഒരുപാട് വലിയ നീണ്ട പ്രോസസ്സൊന്നും അല്ല എൻ്റെ സ്കിൻ കെയർ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്കിൻ കെയർ ചെയ്തിട്ട് വരാം. സോ ഗൈസ്, സ്കിൻ കെയർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ച് നേരത്തെ പ്രൊസീജിയറുള്ളൂ. കുറേ പ്രോഡക്റ്റ് ഒന്നും വെച്ചിട്ട് ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ആഫ്റ്റർ സ്കിൻ കെയറിൽ എൻ്റെ സ്കിന്ന്. അങ്ങനെ സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ. എപ്പോഴും ഡെയിലി ചെയ്യാറുണ്ട്. സ്കിന്നിന് വേണ്ട സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. കാരണം കുറേ പ്രോഡക്റ്റ്സ് ഒന്നും വെച്ചിട്ട് ആഡംബര സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ സ്കിൻ കെയർ കഴിഞ്ഞു.
അത് വെള്ളം കുടിക്കലാണ്. നമുക്ക് നൈറ്റ് ആകുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിച്ചത്ര വെള്ളം നമുക്ക് കുടിക്കണമല്ലോ. അതിനിടയിൽ കൂടെ ഒക്കെ ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ടി വി കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇന്ന് മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം തന്നെ ഒരു 8 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിനി ഹെയർ കെയറിൻ്റെ ടൈമാണ്. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പണിയൊന്നും ഇനിയില്ല. നമുക്ക് ഹെയർ കെയറാണ് ഫൈനലായിട്ടുള്ളത്. അതും കൂടി കഴിഞ്ഞ് നമുക്ക് കിടക്കാൻ പോകലാണ്. അപ്പം നമുക്കിനി ഹെയർ കെയറും കൂടി നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി ഡേ മൈ ലൈഫ് എന്ന് പറയാനായിട്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഹെയർ കെയർ സ്കിൻ കെയർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ കിടന്ന് ഉറങ്ങുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ഇനിയുള്ള മുന്നോട്ടുള്ള എൻ്റെ ഒരു ഇനി മുന്നോട്ട് എനിക്ക് കൂടുതലായിട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടൂ, ഞാൻ എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യേണ്ടത്. അങ്ങനെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ കമൻറ്റിൽ എല്ലാത്തിനും റിപ്ലൈ തരാം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഞാൻ ചെയ്യണമെന്ന് കരുതുന്നുണ്ട്, എന്നെക്കുറിച്ച് പറയുന്നൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഡേ മൈ ലൈഫ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന വരെ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.